അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല സവാള വടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കിയാലോ. അപ്പോൾ ഗൈസ്, ഇതിൽ നമ്മൾ സവാള, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മുന്നേ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ട് തിരുമ്പി വെച്ചേക്കാണ് കേട്ടോ നമ്മൾ. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് അതിലോട്ടൊരു പിഞ്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ സവാള വടയുടെ മുറുക്കത്തിനായിട്ട് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഗൈസ്, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മൈദ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം തിരുമ്പി കൊടുക്കാം കേട്ടോ. ഗൈസ്, ഇത്തിരിയും കൂടെ നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ്, ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഈ ഒരു ഓയിൽ ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മാവ് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഓക്കെ ഗൈസ്, ഇനി നമ്മുടെ സവാള വട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെ ആയിട്ട് വറുത്ത് കോരാം. അങ്ങനെ ഗൈസ്, നമ്മുടെ ഉള്ളി വട സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ആയിട്ടോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ്, എന്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബൈ.